എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സ്ഥാപിക്കാം എന്നതിനെ കുറിച്ചാണ്. എസ്പെഷ്യലി ഡോക്ടർ പേഷ്യൻ്റ് കോൺവെർസേഷൻ. നമുക്കറിയാം, പലതരം പ്രശ്നങ്ങളായിട്ടാണ് ഒരു രോഗി ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ വരുന്നത്. നമുക്ക് ആർക്കും ആശുപത്രികളിൽ പോകാൻ ഇഷ്ടമല്ല. നമ്മളെല്ലാവരും നമ്മുടേതായ നുറുങ്ങുകളും പൊടിക്കൈകളും ഓവർ ദ കൗണ്ടർ മെഡിസിൻസും ഇതെല്ലാം പരീക്ഷിച്ച് നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ മാത്രമേ നമ്മളെല്ലാവരും ആശുപത്രികളിൽ പോകാറുള്ളൂ. അപ്പൊ ആശുപത്രികളിൽ പോകുമ്പോൾ ചില ആശുപത്രികളിൽ, ഉദാഹരണത്തിന് ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ ഒത്തിരി ഒ പികൾ ഉണ്ടാവും. രാവിലെ 5 മണിക്ക് വന്ന് ക്യൂ നിന്നിട്ടായിരിക്കും രോഗികൾ 9 മണിക്കോ 10 മണിക്കോ ഡോക്ടർമാരെ കാണുന്നത്. അപ്പോ എല്ലാ രോഗികളെയും ഒരേപോലെ ഒരു ഡോക്ടർക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ഡോക്ടർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രോഗി എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ. അപ്പോ ഒരു രോഗിനെ പരിശോധിക്കുന്ന ഡോക്ടർ ചിലപ്പോൾ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് 2 മിനിറ്റൊക്കെ ഒരു ഗവൺമെന്റ് ആശുപത്രികളിൽ ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന്റിനെ കാണാൻ നിവൃത്തി ഉണ്ടാവുള്ളൂ. കാരണം 250 ഒ പി അദ്ദേഹത്തിന് കാണാനുണ്ടാവും. അപ്പോ നമ്മൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡോക്ടർമാരോട് സംസാരിക്കുക. രോഗത്തിനെ കുറിച്ച് പറയാൻ വരുന്ന രോഗി അത് മാത്രം സംസാരിക്കുക. വീട്ടുകാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലോ തലേദിവസം എവിടെ പോയി എന്നുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് കൊടുത്ത് അദ്ദേഹത്തെ കുഴപ്പിക്കാതിരിക്കുക. ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി പറയുന്നതായിട്ട് നമ്മൾ ഒ പിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുകയാണ്. അത് വേറെ അർഹതപ്പെട്ട രോഗികളെ നോക്കേണ്ട സമയമാണ് നമ്മൾ അതുമൂലം സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. പിന്നെ വേറൊരു പ്രവണത നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ പല രോഗികളും പല തരത്തിലുള്ള മരുന്നുകൾ പല ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് പല ആശുപത്രികളിൽ നിന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ സാധാരണ ഒ പിയിൽ വരുമ്പോൾ രോഗികൾ ഒരു ചിലപ്പോൾ ബാഗായിരിക്കും അല്ലെങ്കിൽ ഒരു സഞ്ചിയായിരിക്കും, അത് തുറന്നിട്ട് ഒരു കൂട്ടം മരുന്നുകൾ അങ്ങനെ ഡോക്ടറിന്റെ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇന്ന മരുന്നുകളാണ് ഞങ്ങൾ കഴിക്കണേന്ന് പറയും. അപ്പൊ അതും വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മളെല്ലാവരും ഒരു പ്രിസ്ക്രിപ്ഷൻ സൂക്ഷിക്കണം. നമ്മൾ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചാലും എന്തൊക്കെ മരുന്നുകൾ എത്ര അളവിൽ എത്ര തവണ കഴിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളതൊരു ഫയലാക്കി സൂക്ഷിക്കുക. അത് നമ്മളിത് ശീലിക്കണം. അത് അല്ലാതെ ഈ തുണ്ടുകടലാസുകൾ വെക്കുന്ന പോലെ മരുന്നിന്റെ, അതും പാതി നമ്മൾ ഈ ടാബ്ലറ്റിന്റെ സ്ട്രിപ്സ് ഒക്കെ നമ്മൾ പിറകെ നിന്ന് അതിന്റെ ടാബ്ലറ്റ് പൊളിച്ചെടുക്കുമ്പോൾ ആ മരുന്നിന്റെ പേരൊന്നും അവിടെ കാണണമെന്നില്ല, ഡോക്ടർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ എത്ര കിലോ, എത്ര ഇത് mg ആണ്, അതിന്റെ ഡോസ് എത്രയാണ്, അതിന്റെ ഡയറക്ഷൻസ് എങ്ങനെ, ഇതൊന്നും ഡോക്ടർക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധം. അപ്പൊ ദയവ് ചെയ്ത് നമ്മൾ സാക്ഷരത കേരളത്തിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യരുത്. മാന്യമായിട്ട് മുമ്പ് കാണിച്ച ഡോക്ടറിന്റെ ആ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്ന് കാണിക്കാൻ ശ്രമിക്കുക. ആ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചാൽ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാവും. A to Z എന്ത് മരുന്നാണ് കഴിച്ചു, എത്ര ദിവസം കഴിച്ചു, എത്ര ഡോസിൽ കഴിച്ചു, എത്ര ഡയറക്ഷനിലാണ് കഴിച്ചു, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അതല്ലാതെ അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു കൂട് തുറന്നിട്ട് ആ കൂടിനുള്ള മരുന്നുകൾ മുഴുവൻ കഴിച്ചിട്ട് ഇതാണ് ഞാൻ കഴിക്കണേ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് വയസ്സായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടേക്കുന്നത്. പക്ഷെ ചെറുപ്പക്കാരും ഉണ്ട്. അപ്പൊ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. പിന്നെ നമ്മൾ ഡോക്ടർമാർ ചോദിക്കും എന്ത് മരുന്നാണ് മുമ്പ് കഴിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില രോഗികൾ വളരെ ഫണ്ണി ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു പച്ച ഗുളിയാണ് കഴിച്ചിരിക്കുന്നത്, ഒരു ട്യൂബ് പോലെ ഇരിക്കുന്ന ഗുളിയാണ് കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നീളത്തിലുള്ള ഒരു ഗുളിയാണ് കഴിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. കാരണം ഇത് ഗുളിക നീളത്തിലുള്ളതാണോ, പച്ചയാണോ, ചുമപ്പാണോ, വട്ടത്തിലുള്ളതാണോ, റൗണ്ടിലാണോ, സ്ക്വയറാണോ, റെക്ടാങ്കിൾ ആണോ, ഇതൊന്നും ഡോക്ടർക്ക് അറിയണമെന്നില്ല. ഡോക്ടർക്ക് ആ മരുന്നിന്റെ മോളിക്യൂൾ എന്താണെന്നേ ഡോക്ടർക്ക് അറിയുള്ളൂ. മനസ്സിലായോ? അതിന്റെ ചിലപ്പോ അൺലെസ് ആ ഡോക്ടറും ആ മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായേക്കാം ആ മരുന്നിന്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സാക്ഷര കേരളത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ലിറ്ററസിയിൽ വളരെ ഹൈ ആണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. പച്ച ഗുളിക, ചുമന്ന ഗുളിക അങ്ങനെയുള്ള ഡാറ്റ കൊടുക്കാതെ വളരെ നീറ്റായിട്ട് നമ്മൾ മുമ്പ് കഴിച്ചിരുന്ന മരുന്ന് എന്താണോ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കാണിക്കുക. അപ്പൊ ആ ഡോക്ടർക്ക് അതെല്ലാം മനസ്സിലാവും, എന്തൊക്കെ കഴിച്ചു, എത്ര നാൾ കഴിച്ചു, എല്ലാ ഏത് ഡോക്ടറെ കൊടുത്ത്, ഏത് ഹോസ്പിറ്റലിൽ കൊടുത്ത്, എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. ആ ഒരു പേപ്പർ നീറ്റായിട്ട് സൂക്ഷിച്ചാൽ അത് മാത്രം മതി. അപ്പൊ അതിൽ നിന്നൊന്നും മിസ്സാവുകയില്ല, കറക്റ്റ് ഇൻഫർമേഷൻ ഡോക്ടർക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന വേറൊരു പാറ്റേൺ ആണ് നമ്മൾ ഇറലവന്റ് ഡാറ്റ. നമ്മൾ ഒത്തിരി നമ്മൾ എന്തിനാണ് ആശുപത്രി പോകുന്നത്? നമ്മൾ രോഗം വിവരം പറഞ്ഞ് അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് അതിന്റെ വേണ്ടിയിട്ടുള്ള മരുന്നുകളോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കുഴപ്പിക്കാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇറലവന്റ് ആയിട്ടുള്ള ഡാറ്റാസ് കൊടുത്ത് അദ്ദേഹത്തെ കുഴപ്പിക്കാൻ ദയവ് ചെയ്താലും ശ്രമിക്കരുത്. അതും വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ്. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആശുപത്രികളിൽ വരുമ്പോൾ ഒരു കുമ്പാരം ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ആ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് ഡോക്ടർമാരോട് എന്താണ് അസുഖം എന്ന് പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡോക്ടർമാർക്ക് കണിയാന്മാരുടെ പണിയല്ല. നമ്മളത് അങ്ങനെ, അതും ഒരു തെറ്റായ ഒരു പ്രാക്ടീസാണ്. നമ്മൾ ഇത് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എലിജിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും ടെസ്റ്റുകൾ ചെയ്തിട്ട് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ടെസ്റ്റിനെ അല്ല നമ്മൾ ചികിത്സിക്കുന്നത്. ഒരു ഡോക്ടർ എപ്പോഴും ആ രോഗിയുടെ അസുഖത്തിനെയാണ് ചികിത്സിക്കുന്നത്, അല്ലാതെ ആ ടെസ്റ്റിന്റെ അബ്നോർമാലിറ്റീസ് അല്ല. പല ആൾക്കാരും എന്നോട് ഇങ്ങനെ ഒരു കുമ്പാരം, പ്രത്യേകിച്ച് ബന്ധുക്കളും അല്ലെങ്കിൽ അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ഒരു കുമ്പാരം ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ നമുക്ക് അയച്ചു തരും. എന്നിട്ട് ഇതൊന്ന് നോക്കി പറയാമോ എന്ന് ചോദിച്ചു. അതും വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മളത് അങ്ങനെയല്ല. അതിന്റെ ഓരോന്നിനും ഓരോ പാത്വേ ഉണ്ട്. നമ്മൾ രോഗിയുടെ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യും. രോഗിയുടെ പ്രായം, ഏജ്, റിസ്ക് ഫാക്ടേഴ്സ്, പിന്നെ ലക്ഷണങ്ങൾ, നമ്മൾ കണ്ടുപിടിച്ച സൈൻസ് ആൻഡ് സിംറ്റംസ്, നമ്മുടെ ഡോക്ടറിന്റെ ഫൈൻഡിങ്, ഇതെല്ലാം ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. അത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ലാബിന്റെ റിസൾട്ടുകളുടെ അബ്നോർമാലിറ്റി മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അത് വളരെ വിഡ്ഢിത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നഴ്സുമാരും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ റിപ്പോർട്ടുകൾ ആയിട്ട് ഇതൊന്ന് നോക്കി പറയാമോ എന്ന് പറയും. അപ്പോ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ MRI റിപ്പോർട്ടാവട്ടെ, CT റിപ്പോർട്ടാവട്ടെ, മിക്ക ഹോസ്പിറ്റലുകളിലും നമ്മൾ ഇവിടെ MRI അല്ലെങ്കിൽ CT ചെയ്തിട്ട് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ വേറെ എവിടെയോ ഏതോ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഡോക്ടറായിരിക്കും ഈ MRI സ്കാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ആ പേഷ്യന്റിന്റെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോ അത് ആ CT സ്കാൻ എടുക്കാൻ പറഞ്ഞ ഡോക്ടർ ആരാണോ അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡോക്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമെന്ന് മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അനാവശ്യമായ കാര്യങ്ങളും ഡാറ്റാസും പറഞ്ഞ് അദ്ദേഹത്തെ കുഴപ്പിക്കാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക നമ്മുടെ ഒരു ഹിസ്റ്ററി, അതായത് അസുഖത്തിലേക്ക് വന്ന പാത, അതിൻ്റെ ടൈമിങ് അല്ലെങ്കിൽ ദിവസങ്ങളുടെ പഴക്കം, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് ഡോക്ടർ രോഗീനെ പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ ലക്ഷണങ്ങൾ, സൈൻസ് ആൻഡ് സിംറ്റംസ്, അത് ഫോളോഡ് ബൈ ലാബ് ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ലീഡ്സ് ടു ഡയഗ്നോസിസ്. ഇതായിരിക്കണം നമ്മുടെ ഫ്ലോ ചാർട്ട്. അല്ലാണ്ട് റെട്രോസ്പെക്റ്റീവ്ലി ചിന്തിക്കരുത്. ആദ്യമേ തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടറുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് അസുഖം എന്താണെന്ന് പറയിപ്പിക്കുന്ന ശീലം ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെങ്കിലും ആ ഒരു പാറ്റേൺ മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുപ്പിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.